അമ്മ മടിയിൽ. മാദ്രെ, യേശുവിന്റെ അമ്മ അവിടെയുണ്ടായിരുന്നു. ഒക്ടോബർ 1 മുതൽ 31 വരെ പരിശുദ്ധ അമ്മയോട്. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഒക്ടോബർ 24 പരിശുദ്ധ അമ്മ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നു. പ്രിയ കുഞ്ഞെ, നീ എന്തിനാണ് ഇത്രയും തിരക്കിട്ട് നടക്കുന്നത്? നിന്റെ വെപ്രാളവും നിന്റെ ബഹളങ്ങളും നിന്നെ നീ അല്ലാതാക്കുന്നുണ്ട്. നിന്റെ എടുത്തുചാട്ടം നിനക്ക് എത്ര വലിയ പരാജയങ്ങളാണ് സമ്മാനിച്ചതെന്ന് നിനക്ക് അറിവുള്ളതല്ലേ? ഇനിയെങ്കിലും നീ തിരിച്ചറിവുള്ളവരാകൂ. ക്ഷമിക്കാനുള്ള മനസ്സ് നിനക്ക് എന്നാണ് നഷ്ടമായത്? നീ എങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നീ ഒരുപാട് മാറിയിരിക്കുന്നു. നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ അമ്മയ്ക്ക് ഇന്ന് ഒത്തിരി സങ്കടമാണ്. ക്ഷമിക്കാനും മറക്കാനും നിന്നെ ഞാൻ പഠിപ്പിച്ചതല്ലേ? ഞാൻ പഠിപ്പിച്ചതെല്ലാം നീ ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞു അല്ലേ? നീ ക്ഷമിക്കാൻ പഠിക്കണം. നിന്നെ വേദനിപ്പിക്കുന്നവരെ തിരിച്ച് വേദനിപ്പിക്കാനുള്ള നിന്റെ തിടുക്കം നീ അവസാനിപ്പിച്ചില്ലെങ്കിൽ നിപതിക്കാൻ പോകുന്ന ആ ഗർത്തം ഭയാനകമാണ്. എൻ്റെ മകൻ ശത്രുക്കളോട് ക്ഷമിച്ചില്ലേ? അവനെ മുറിവേൽപ്പിച്ചവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചില്ലേ? കുഞ്ഞെ, നീയും ക്ഷമിക്കാനും സ്നേഹിക്കാനും പഠിക്കണം. നീ ക്ഷമിക്കുമ്പോൾ നിന്റെ സ്വർഗസ്ഥനായ പിതാവ് നിന്നെ പിതാവിൻ്റെ പ്രിയ പൈതലാക്കും. ലൂക്ക 17:3 എൻ്റെ മകൻ നിങ്ങളെ പഠിപ്പിച്ചതല്ലേ? നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക, പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക. മർക്കോസ് 11:25 അവൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അതിൽ ക്ഷമിക്കുവിനെന്ന്. മത്തായി 6:14 അവൻ ഇങ്ങനെ പറഞ്ഞു തന്നില്ലേ? മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നമുക്ക് വിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് അനുദപിക്കാം. ആമേൻ.